രോഗശാന്തിക്കായി വിശ്വാസികൾ പുഴയിൽ മീനൂട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ഇരിക്കൂർ മാനാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലാണ് വിശ്വാസത്തിന്റെ ഭാഗമായി ഈ മീനൂട്ട് നടക്കുന്നത്. ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്കും പുഷ്പാഞ്ജലിയും കഴിച്ച് മീനൂട്ട് ഭണ്ഡാര സമർപ്പണവും ചെയ്താൽ എല്ലാവിധ അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്ര വഴിപാട് കൗണ്ടറിൽ നിന്ന് 10 രൂപയ്ക്ക് ഒരു പേപ്പർ കവറിൽ അവലും മലരും അരിയും ചേർത്ത് ലഭിക്കുന്ന നിവേദ്യമാണ് മീനൂട്ടുന്നത്. നിവേദ്യം ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ഇരിക്കൂർ പുഴയിൽ പടവുകളിറങ്ങി മത്സ്യങ്ങൾക്ക് സമർപ്പിക്കും. പുഴയിൽ നിവേദ്യം വീഴുമ്പോൾ അടിത്തട്ടിൽ നിന്നുള്ള വൻ മത്സ്യങ്ങൾ വൃത്താകൃതിയിൽ തിരയിളക്കി മലർ നിവേദ്യം കൊത്തിയെടുക്കുന്നതിനായി മുകളിലേക്ക് പൊങ്ങിവരുന്ന കാഴ്ച മനോഹരമാണ്. ഉദയം മുതൽ അസ്തമയം വരെയാണ് ഇവിടെ മീനൂട്ട് നടത്തുന്നത്. ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായാണ് ഇവിടെ മത്സ്യങ്ങളെ കാണുന്നതെന്ന് പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രം ജീവനക്കാരൻ EV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മീനൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാമാനികുന്ന് മഹാദേവി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മീനൂട്ട്. മീനൂട്ട് എന്ന് പറഞ്ഞാൽ പുഴക്കടവിലുള്ള ക്ഷേത്ര ചൈതന്യത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സ്യങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസാദമായിട്ട് ലഭിക്കുന്ന ഭക്ഷണം മത്സ്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ട് കാലിന് വരുന്ന വേദന, മുട്ടുവേദന, മസിൽ കയറ്റം, പിന്നെ ത്വക്ക് രോഗങ്ങളെല്ലാം മാറാനുള്ള ഒരു വഴിപാടായിട്ടാണ് ഇത് സങ്കല്പിച്ചു വരുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെരുമണ്ണിൽ മീനിന് അരി കൊടുത്തോളാന്ന് പ്രാർത്ഥന നടത്തും ആൾക്കാർ. അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് വാങ്ങിയിട്ട് കൊടുക്കുന്ന ഒരു വഴിപാടായിട്ട് മാത്രമായിട്ടാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോഴത് കുറച്ചും കൂടി ഫേമസായി, ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ മതത്തിലും പെട്ട ആൾക്കാർ വരുന്നുണ്ട്. ഇത് വഴിപാടാന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, വഴിപാടാണ് എന്ന് അറിയാണ്ട് ഇതൊരു കാഴ്ചക്കായിട്ട് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. കാൽവേദന, മുട്ടുവേദന, ത്വക്കുരോഗം എന്നിവയൊക്കെ മാറാനുള്ള വഴിപാടായാണ് മീനൂട്ട് കണക്കാക്കുന്നത്. രോഗങ്ങളാൽ വലയുന്ന നാനാമതത്തിൽപ്പെട്ടവരും മീനൂട്ട് നടത്താൻ ഇവിടെ എത്താറുണ്ട്. കേരളത്തിന് പുറമെ അയൽരാജ്യമായ കർണാടകയിൽ നിന്നും മീനൂട്ട് നടത്താൻ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇരിക്കൂർ മാനാനിക്കുന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ ഉപക്ഷേത്രമായ പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെത്തി മീനൂട്ട് നടത്തി മാത്രമേ മടങ്ങാറുള്ളൂ. മഴക്കാലത്ത് പുഴയിൽ വെള്ളം കയറിയാൽ മീനൂട്ട് നടത്താറില്ല. കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ ക്ഷേത്ര പടവുകൾ കടന്ന് ചുറ്റമ്പലം വരെ ചിലപ്പോൾ എത്താറുണ്ട്. മിഥുനം മുതൽ തുലാം വരെയുള്ള മാസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷമാണ് നവംബറിൽ മീനൂട്ട് പുനരാരംഭിക്കുക. പലതരത്തിലുള്ള മീനുകൾ ഇവിടെയുണ്ട്. പ്രാദേശികമായി കണ്ടുവരുന്ന കരിഞ്ചി എന്ന് വിളിക്കുന്ന കരിമീനാണ് ഇവിടെ കൂടുതലായും കണ്ടുവരാറുള്ളത്. എന്നാൽ ഈ മത്സ്യങ്ങളെ ചൂണ്ടയിട്ടോ വലയിട്ടോ ആരും പിടിക്കാറില്ല. ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട മത്സ്യങ്ങളെ ഭക്ഷണത്തിനായി കൊന്നു തിന്നുന്നത് ദോഷകരമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് പുറകുവശത്തെ പുഴയിൽ മാത്രമാണ് ഇത്തരം മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നത്. മീനൂട്ടിന് മാത്രമല്ല, സ്വയംവര പൂജയ്ക്കും പേരുകേട്ടതാണ് പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ഇവിടെ സ്വയംവര പൂജ ചെയ്താൽ കന്യകമാരുടെ വിവാഹം കാലതാമസമില്ലാതെ നടക്കുമെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും മെയ് 2 മുതൽ 5 വരെയാണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവം നടക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും മനോഹരമായി സമ്മേളിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. വൻമരങ്ങളും പുഴയുമൊക്കെ ചുറ്റിപ്പിണങ്ങി കിടക്കുന്ന ഇവിടെ വിശ്വാസം സഹജീവി സ്നേഹം കൂടിയായി മാറുകയാണ്. മീനൂട്ട് നടത്തി മടങ്ങുന്ന ഓരോ വിശ്വാസിയും നവോന്മേഷത്തോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. സമകാലിക മലയാളം, കണ്ണൂർ.